Yes, good evening to all of you. കേൾക്കാൻ പറ്റണില്ല എല്ലാവർക്കും? Yes, sir. ഓക്കെ, Yes, sir. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ സാധാരണ തരണത് പോലെയല്ല, ഞാൻ സിനോണിംസ് വേറെ രീതിയിലാണ് നമുക്ക് തരേണ്ടത്. ചോദ്യം ഇതാണ്: ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ ഗിവൺ വേർഡ്. അതായത് ഒരു വേർഡ് നിങ്ങൾക്ക് തരും, എന്നിട്ട് 4 ഓപ്ഷൻ തരും. ആ തന്നിട്ടുള്ള വേർഡിന് അതുമായിട്ട് ഏറ്റവും സാദൃശ്യമുള്ള, അതായത് അതിന്റെ സിനണിം ഏതാണെന്നും സെയിം മീനിങ് ഉള്ള വേർഡ് ഏതാണെന്നും നിങ്ങൾ പറയണം. അതിൽ ആദ്യത്തെ വേർഡ് ഇതാണ്: എറർ. ERROR. എറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തെറ്റ് അല്ലെങ്കിൽ പിശക് അല്ലെങ്കിൽ അബദ്ധം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഇതിന്റെ സിനണിംസ് ആയിട്ട് തന്നിട്ടുള്ള 4 ഓപ്ഷൻ കൂടി വായിക്കാം. ഒന്ന്, മിസ് അഡ്വഞ്ചർ. നിങ്ങൾ ഓരോ വേർഡിന്റെയും മീനിങ് മനസ്സിലാക്കണം. മിസ് അഡ്വഞ്ചർ, MISADVENTURE, മിസ് അഡ്വഞ്ചർ. മിസ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ വിപത്ത് അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്നൊക്കെ നമുക്ക് പറയാം. ആൻ അൺലക്കി ഇൻസിഡന്റ്. ഓപ്ഷൻ ബി ഇതാണ്: മിസ്ഗിവിംഗ്, MISGIVING, മിസ്ഗിവിംഗ്. മിസ്ഗിവിംഗ് എന്ന് പറഞ്ഞാൽ ആശങ്ക അല്ലെങ്കിൽ സംശയം, സന്ദേഹം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ ഫീലിംഗ് ഓഫ് മിസ്ട്രസ്റ്റ്. അതാണ് മിസ്ഗിവിംഗ് എന്ന വാക്കിന്റെ മീനിങ്. നെക്സ്റ്റ് ഓപ്ഷൻ സി ഇതാണ്: ആംബിഗ്വിറ്റി, AMBIGUITY. ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥം അല്ലെങ്കിൽ ഉഭയാർത്ഥം, ഡൗട്ട്ഫുൾനെസ് എന്ന് അതിനൊരു മീനിങ് പറയാം. ഓപ്ഷൻ ഡി, ബ്ലണ്ടർ, BLUNDER, ബ്ലണ്ടർ. ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ അപരാധം, പിശക്, തെറ്റ്. അപ്പോ ഇതില് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഓപ്ഷൻസിൽ ഏറ്റവും എറർ എന്നുള്ളതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ബ്ലണ്ടർ ആണ് ശരിയായ ആൻസർ. ഓരോ വാക്കുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിസ് അഡ്വഞ്ചർ, അതുപോലെ മിസ്ഗിവിംഗ്, ആംബിഗ്വിറ്റി, ബ്ലണ്ടർ. അതില് ശരിയായ ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ ബ്ലണ്ടർ ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഷാലോ എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. SHALLOW. ഷാലോ. ഷാലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആഴം കുറഞ്ഞ. ഷാലോ എന്ന് പറഞ്ഞ വാക്കിന്റെ ലിറ്ററൽ മീനിങ് അതാണ്, ആഴം കുറഞ്ഞ. നമ്മളെ ഫിഗറേറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ പൊള്ളയായ എന്ന് അർത്ഥം പറയാം. പിന്നെ ഉപരിപ്ലവമായ, ഉപരിതലത്തിൽ മാത്രം കാണുന്ന എന്നർത്ഥം അതിനുണ്ട് ഷാലോ. അതിന്റെ 4 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ആർട്ടിഫിഷ്യൽ, ARTIFICAL. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ, കൃത്രിമമായ, അല്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ ബി ഇതാണ്: സൂപ്പർഫിഷ്യൽ, SUPERFICIAL.
സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായ, പുറമേ മാത്രം കാണുന്ന. ഓപ്ഷൻ സി ഫൂളിഷ്, FOOLISH, ഫൂളിഷ്. ഫൂളിഷ് എന്താണെന്ന് നമുക്കറിയാം. ഫൂൾ എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവൽ ഫോമാണ് ഫൂളിഷ്. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം നിറഞ്ഞ അല്ലെങ്കിൽ വിഡ്ഢിയായ. ഓപ്ഷൻ ഡി വർത്ത്ലെസ്, WORTHLESS, വർത്ത്ലെസ്. അപ്പോ ഷാലോ എന്ന വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? സൂപ്പർഫിഷ്യൽ ആണ്. സജിത് രാജ്, യു ആർ റൈറ്റ്. സൂപ്പർഫിഷ്യൽ എന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ കുറച്ചുകൂടി വേർഡ്സ് നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. മാസക്കർ, MASSACRE. നമുക്ക് മാസക്കർ എന്ന വേർഡ് മാത്രം ഇവിടെ തന്നിട്ടുള്ളൂ. അതിന് ഉചിതമായിട്ടുള്ള അതുമായിട്ട് വളരെ അടുത്ത മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഒന്ന് ഓപ്ഷൻ ഇതാണ്. ഒന്ന് ഓപ്ഷൻ എ മർഡർ, MURDER. അപ്പൊ മാസക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൂട്ടക്കൊല. ഒരു ജനതയെ ഒന്നടങ്കം കൊല്ലുന്നതിനെയാണ് നമ്മൾ മാസക്കർ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്ഷൻ നോക്കാം. ഒന്ന് ഓപ്ഷൻ എ മർഡർ, MURDER, മർഡർ. മർഡർ എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ്. ഇത് ഒരാളെ കൊല്ലുന്നതാവാം. ഓപ്ഷൻ ബി സ്റ്റാബ്, STAB. സ്റ്റാബ് എന്ന് പറഞ്ഞാൽ കുത്തിക്കൊല്ലുക എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു വെർബാണത്, ക്രിയയാണത്. മറ്റൊന്ന് അസാസിനേറ്റ്, ASSINATE. അസാസിനേറ്റ്. അസാസിനേറ്റ് എന്ന് പറഞ്ഞ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് വധിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും വധിക്കുന്നതിനാണ് നമ്മൾ അസാസിനേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി, രാഷ്ട്രീയ കൊലപാതകത്തെയാണ് നമ്മൾ അസാസിനേഷൻ അല്ലെങ്കിൽ അസാസിനേറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി അടുത്തതാണ് സ്ലോട്ടർ, SLAUGHTER. സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ അതും നൗൺ ഫോം ആണ്. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കൂട്ടക്കൊല നടത്തുക അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള കൊലപാതകം. അപ്പോ മാസക്കർ എന്നുള്ളതിന്റെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്ലോട്ടർ ആണ് മാസക്കർ എന്നുള്ളതിന്റെ സിനണിം. നെക്സ്റ്റ് വൺ, ഫോർത്ത് വേർഡ് ഇതാണ്. കോംബാറ്റ്, COMBAT. കോംബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മൽപ്പിടുത്തത്തെയോ മത്സരത്തെയോ ആണ് നമ്മൾ കോംബാറ്റ് എന്ന് പറയുന്നത്. യുദ്ധം അല്ലെങ്കിൽ മത്സരം. വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കോംബാറ്റ് എന്ന വാക്കിന് എതിരിടുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നർത്ഥമുണ്ട്. അപ്പൊ കോംബാറ്റ് എന്നുള്ളതിന്റെ സിനണിം ഈ തന്നിട്ടുള്ളതിൽ 4 ഓപ്ഷൻ ഞാൻ വായിക്കാം. ഒന്ന് കോൺഫ്ലിക്റ്റ്, CONFLICT. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘർഷം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ കശപിശ, കലഹം എന്നൊക്കെ നമുക്ക് പറയാം.
അപ്പൊ കോമ്പാറ്റ് ആയിട്ട് അതിന് ഒരു ബന്ധമില്ല, ബന്ധമുണ്ട് എങ്കിലും കോമ്പാറ്റിന്റെ അതേ മീനിങ്ങിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓപ്ഷൻ ബി കോറൽ, QUARREL. കോറൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു തർക്കം മാത്രമാണ്. അപ്പോ കോമ്പാറ്റിന്റെ സിനണിം അല്ല കോറൽ. മറ്റൊന്ന് ഫോർഡ്, FEUD. ഫോർഡ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആൻഡ് ബിറ്റർ ക്യൂറൽ. അതായത് വളരെ ദൈർഘ്യമേറിയ കുറെ കാലങ്ങളായിട്ടുള്ള തർക്കത്തെയാണ് നമ്മൾ ഫോർഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഫൈറ്റ് ആണ്, FIGHT. ഫൈറ്റ് നമുക്ക് യുദ്ധം അല്ലെങ്കിൽ കലഹം എന്ന് പറയാം. അപ്പൊ കോമ്പാറ്റ് എന്നുള്ളതിന്റെ സിനണിമാണ് ഏത്? ഫൈറ്റ്. ഓക്കെ, ഫൈറ്റ് ആണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഫൂളിഷ്നെസ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്വം. സിദ്ധാർത്ഥ്. നെക്സ്റ്റ് ഫിഫ്ത് വേർഡ് പറയാം. വൊറേഷ്യസ്, VORACIOUS. വൊറേഷ്യസ് അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. VORACIOUS. വൊറേഷ്യസ്. വൊറേഷ്യസ് എന്ന് പറഞ്ഞാൽ ആർത്തിയുള്ള, ഈ ഭക്ഷണത്തോടും മറ്റും ആർത്തിയുള്ള അല്ലെങ്കിൽ പണത്തോട് ആർത്തിയുള്ള. ഹീസ് വൊറേഷ്യസ് ഫോർ മണി ഓർ ഹീസ് വൊറേഷ്യസ് ഫോർ ഫുഡ്. ആർത്തിയുള്ള എന്നാണ് വൊറേഷ്യസ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ സിനണിംസ് ആയിട്ട് ഈ 4 ഓപ്ഷനിൽ ഏത് നിങ്ങൾ ഉപയോഗിക്കും? ഒന്ന്, ഓപ്ഷൻ എ വൈൽഡ് എന്ന് തന്നിട്ടുണ്ട്. വൊറേഷ്യസ് റീഡർ, അതായത് ആർത്തിയോടെ വായിക്കുന്ന ഒരാൾ. വൊറാസിറ്റി എന്നൊരു വേർഡ് ഉണ്ട്, അതായത് വൊറേഷ്യസ് എന്ന വാക്കിന്റെ നൗൺ ഫോം ആണ് വൊറാസിറ്റി. അപ്പൊ വൊറേഷ്യസിന്റെ സിനണിംസ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് വൈൽഡ്. വൈൽഡ് എന്ന് പറഞ്ഞാൽ വന്യമായ. അപ്പൊ വൊറേഷ്യസിന്റെ സിനണിം അല്ല വൈൽഡ്. ഓപ്ഷൻ ബി ഹംഗ്രി. HUNGRY, ഹംഗ്രി. വിശപ്പുള്ള അല്ലെങ്കിൽ ആർത്തിയുള്ള, അല്ലെ? മറ്റൊന്ന് ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞാൽ ആംഗ്രി മീൻസ് ദേഷ്യമുള്ള, അല്ലെ? ഓപ്ഷൻ ഡി ക്യുക്ക് ആണ്, QUICK, ക്യുക്ക്. ക്യുക്ക്. അപ്പൊ വൊറേഷ്യസ് എന്നുള്ളതിന്റെ സിനണിം ഹംഗ്രി എന്നാണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ വൊറേഷ്യസിന് നമുക്ക് സിനണിംസ് ആയിട്ട് പല വേർഡ്സും പറയാം, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ നോക്കേണ്ടത്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഇവിടെ ഹംഗ്രിയാണ് ആപ്റ്റ് വേർഡ് that can be used as a synonym of voracious. Yes, okay. നിങ്ങളുടെ സംശയം ദൂരീകരിക്കുന്ന സമയത്ത് പറയാം. നിങ്ങൾ ചോദിച്ചോ? നെക്സ്റ്റ് അടുത്ത ആന്റണിംസ് ആണ്. അപ്പൊ സിനണിംസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് വേണമെങ്കിൽ പറയാം. എറർ, ERROR, അതിന്റെ സിനണിമാണ് ബ്ലണ്ടർ. നെക്സ്റ്റ് ഷാലോ, ആഴം കുറഞ്ഞ അല്ലെങ്കിൽ പൊള്ളയായ, ഉപരിപ്ലവമായ, അതിന്റെ സിനണിമാണ് സൂപ്പർഫിഷ്യൽ. തേർഡ് വൺ മസക്കർ, MASSACRE, മസക്കർ. നൗൺ ഫോം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കൂട്ടക്കൊല. അതിന്റെ സിനണിമാണ് സ്ലോട്ടർ, SLAUGHTER.
നെക്സ്റ്റ് കോംബാറ്റ്, COMBAT, കോംബാറ്റ്, യുദ്ധം, മത്സരം. പിന്നെ അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ എതിരിടുക അല്ലെ നേരിടുക എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അതിന്റെ സിനോണിമാണ് ഇവിടെ ഫൈറ്റ്, FIGHT, ഫൈറ്റ്. നെക്സ്റ്റ് വൊറേഷ്യസ്, VORACIOUS, വൊറേഷ്യസ്. അതിന്റെ സിനോണിമാണ് ഹംഗ്രി, HUNGRY. നെക്സ്റ്റ് we will come to the next point, that is antonyms. ചോദ്യം ഇങ്ങനെയാണ്, സാധാരണ നമ്മൾ ഈ PSCക്ക് വരുന്നത് ഇങ്ങനെയാണ്: ചൂസ് ദ വേർഡ് which is the exact opposite of the given word. ഒരു വാക്ക് നമുക്ക് തരും, അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഇതിവിടെ ആദ്യം തന്നിട്ടുള്ളത് ഡിയർ, DEAR. ഡിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അരുമയായ. പിന്നെ അതിന് മറ്റൊരു മീനിങ് കൂടി ഉണ്ട്, വിലപ്പെട്ട. അപ്പോ ഈ ഡിയർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഒന്ന് പ്രൈസ്ലെസ്, പ്രൈസ്ലെസ്, PRICELESS. മറ്റൊന്ന് ഫ്രീ, FREE, ഫ്രീ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്രീ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാം, സ്വതന്ത്രമായ അല്ലെ സുലഭമായ. മറ്റൊന്ന് വർത്ത്ലെസ്, WORTHLESS, വർത്ത്ലെസ്, വിലയില്ലാത്ത. മറ്റൊന്ന് ചീപ്പ്, CHEAP, ചീപ്പ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ. അപ്പൊ ഡിയർ എന്നുള്ളതിന്റെ ആന്റണിം ഇതിലേതായിരിക്കും? Can you tell me? ചീപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനില് ഡിയർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ചീപ്പ് എന്ന വേർഡാണ്. ഈ ഡിയറിൽ നമുക്ക് മറ്റ് പല ആന്റണിംസ് നമുക്ക് പറയാം, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ് അടുത്ത വേർഡ് നല്ലൊരു വേർഡാണ് അത്. ആ വേർഡ് ഇതാണ്, ഫ്ലജീഷ്യസ്, FLAGITIOUS. FLAGITIOUS, ഫ്ലജേഷ്യസ് എന്നാണ് അതിന്റെ ഉച്ചാരണം. അതിന്റെ മീനിങ് അതിനിന്ദ്യമായ അല്ലെങ്കിൽ നീചമായ, ക്രൂരമായ എന്നൊക്കെ നമുക്ക് പറയാം. ഫ്ലജീഷ്യസ്. അതിന്റെ ഓപ്പോസിറ്റ് ആന്റണിം ഓപ്ഷൻ എ ഇന്നസെന്റ്, INNOCENT. ഇന്നസെന്റ് നിങ്ങൾക്കറിയാം, നിഷ്കളങ്കമായ. മറ്റൊരു വേർഡ് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഇല്ലാത്തതായിരിക്കാം, വാപ്പിഡ്, VAPID. വാപ്പിഡ് മീൻസ് സ്വാദിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ രുചിയില്ലാത്ത, അരുചികരമായ. വാപ്പിഡ്, VAPID. നല്ല വേർഡാണ്, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓപ്ഷൻ സി ignorant, IGNORANT. ഇഗ്നറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞതയുള്ള അല്ലെങ്കിൽ അറിവില്ലാത്ത. ഓപ്ഷൻ ഡി, ആ വേർഡ് കൂടി ശ്രദ്ധിക്കുക, ഫ്രിവലസ്, FRIVOLOUS. ഫ്രിവലസ് എന്നാണ് അതിന്റെ ഉച്ചാരണം, ഫ്രിവലസ്. ഫ്രിവലസ് മീൻസ്
തുച്ഛമായ, ട്രിവിയൽ, അല്ലെങ്കിൽ അല്പമായ, ചപലമായ എന്നൊക്കെ നമുക്ക് പറയാം, ഫ്രിവലസ്. അപ്പോ ഈ വേർഡിന്റെ സിനണിം ഏതായിരിക്കും? ഇന്നസെന്റ്. ഫ്ലജീഷ്യസ് എന്ന വാക്കിന്റെ സിനണിം ആന്റണിം ഇന്നസെന്റ് എന്ന വേർഡാണ്. ഇന്നസെന്റ്. ഓക്കെ, തേർഡ് വൺ ഇതാണ്, ലയബിലിറ്റി. നിങ്ങൾ കോമേഴ്സും അതുമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വേർഡാണ് ലയബിലിറ്റി. LIABILITY. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ട്. ബാധ്യത, അല്ലെങ്കിൽ കടപ്പാട്, പിന്നെ നമ്മുടെ അസറ്റ്സ് ഒക്കെ നമുക്ക് പറയാം. അപ്പൊ ലയബിലിറ്റി എന്നുള്ളതിന്റെ സിനണിംസ് ആന്റണിം ഇതിൽ ഏതാണെന്ന് പറയണം. ഒന്ന്, ഓപ്ഷൻ എ, പ്രോപ്പർട്ടി. അപ്പൊ ലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് പ്രോപ്പർട്ടി, സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്. ഓപ്ഷൻ ബി, അസറ്റ്, ASSETS, അസറ്റ്സ്. ഓപ്ഷൻ ഡി, ഡെപ്റ്റ്, DEBT, ഡെപ്റ്റ്. ഓപ്ഷൻ ഡി, ട്രഷർ, TRESURE, ട്രഷർ. അപ്പോ ലയബിലിറ്റി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അസറ്റ് എന്നുള്ളതാണ്, അല്ലേ? ഓക്കെ, അപ്പൊ ഫോർത്ത് വണ്ണിലേക്ക് നമുക്ക് അടുത്തായിട്ട് വരാം. പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ശബ്ദങ്ങൾ ക്ലിയർ ആവുണ്ടാവില്ല. നോക്കാം. നെക്സ്റ്റ് വേർഡ് ഇതാണ്, വെർച്വസ്. VIRTUOUS. വെർച്വസ്. വെർച്യു എന്ന വേർഡ് നിങ്ങൾ കേട്ട് കാണും. VIRTUE. വെർച്യു എന്ന് പറഞ്ഞാൽ നന്മ അല്ലെങ്കിൽ സദ്ഗുണം എന്നൊക്കെ നമുക്ക് അതിന് മീനിങ് പറയാം. വെർച്വസ് എന്ന് പറഞ്ഞാൽ എന്താ? സദ്ഗുണമുള്ള അല്ലെങ്കിൽ ന്യായമായ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. വെർച്വസ്, വെർച്വസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ സദ്ഗുണമുള്ള വ്യക്തിയാണ് അദ്ദേഹം. വെർച്വസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് അതാണ്. അതിന്റെ ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, വിക്ഡ്, WICKED. വിക്കറ്റ് എന്ന് ആൾക്കാർ ഉച്ചരിക്കും, പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം വിക്ഡ് എന്നാണ്. വിക്ഡ്. വിക്ഡ് എന്ന് പറഞ്ഞാൽ കുബുദ്ധിയായ, അയാൾ വളരെ വിക്ഡായിട്ടുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അയാൾ കുബുദ്ധിയായിട്ടുള്ള മനുഷ്യനാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സിൻഫുൾ. ഓപ്ഷൻ ബി, കറപ്റ്റ്, CORRUPT, കറപ്റ്റ്. CORRUPT, കറപ്റ്റ്. കറപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ അല്ലെങ്കിൽ അസന്മാർഗികമായ. നെക്സ്റ്റ്, ഓപ്ഷൻ സി നല്ലൊരു വേർഡാണ്, വിഷസ് എന്നാണ് അതിന്റെ ഉച്ചാരണം. VICIOUS. ആരും ഇതിന് വിസിയസ് എന്ന് ഉച്ചരിക്കരുത്. വിഷസ് എന്നാണ് അതിന്റെ ശരിയായ ഉച്ചാരണം. വിഷസ് മീൻസ് അടക്കമില്ലാത്ത അല്ലെങ്കിൽ ദുഷ്ടത നിറഞ്ഞ. ഓപ്ഷൻ ഡി, സ്കാൻഡലസ്, SCANDALOUS. സ്കാൻഡലസ്. സ്കാൻഡൽ എന്ന് പറഞ്ഞാൽ അപവാദം അല്ലെങ്കിൽ ദുഷ്പ്രചരണം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ അഡ്ജക്റ്റീവാണ് സ്കാൻഡലസ്. സ്കാൻഡലസ് എന്ന് പറഞ്ഞാൽ അപവാദകരമായ അല്ലെങ്കിൽ പ്രകോപനപരമായ, അതായത് ദുഷ്പ്രചാരണം നടത്തുന്ന എന്നൊക്കെയാണ് സ്കാൻഡലസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ വെർച്വസ്
എന്ന ആ വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? നോ. വെർച്വസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വിഷസ് എന്ന വേർഡാണ്. വിഷസ്. VICIOUS. വിഷസ്. വിസിയസ് എന്ന് നിങ്ങൾ ഉച്ചരിക്കരുത്. പല ആൾക്കാരും ഉച്ചരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. വിഷസ് എന്നാണ് അതിന്റെ ശരിയായ ഉച്ചാരണം. Then the last one is this: encourage. Encourage. Encourage means പ്രോത്സാഹിപ്പിക്കുക. To make somebody courageous. ധൈര്യപ്പെടുത്തുക അല്ലെങ്കിൽ ധൈര്യം കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. എൻകറേജ്. പ്രോത്സാഹിപ്പിക്കുക. അപ്പോ അതിന്റെ സിനോണിംസ് നോക്കാം. സോറി, ആന്റണിംസ്. ഒന്ന്, ഡാംപൺ. DAMPEN. ഡാംപൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡാംപ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാംപ്, ഉത്സാഹമില്ലായ്മ. ഡാംപൺ എന്ന് പറഞ്ഞാൽ അത് വെറുപ്പായി. ഡാംപൺ എന്ന് പറഞ്ഞാൽ ഉത്സാഹം കെടുത്തുക. ഓപ്ഷൻ ബി അടുത്ത് നോക്കാം. ഡിസപ്രൂവ്. DISAPPROVE. ഡിസപ്രൂവ്. ഡിസപ്രൂവ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ വിസമ്മതിക്കുക. ഓപ്ഷൻ സി നോക്കൂ. ഡിസ്കറേജ്. DISCOURAGE. കേട്ടോ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻകറേജ്. എൻകറേജ് എന്ന് പറഞ്ഞ വേർഡ് നോക്കിയേ. കറേജ് എന്ന വാക്കിന് മുന്നില് EN എന്ന ഒരു പ്രിഫിക്സ് ചേർത്തു. നമ്മൾ അതിനെ വെർബാക്കി മാറ്റി. അതിന്റെ നെഗറ്റീവ് സെൻസ് കിട്ടാൻ കറേജിന് മുന്നിലായിട്ട് നിങ്ങൾ ഡിസ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഡിസ്കറേജ്. അപ്പോ എൻകറേജ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിസ്കറേജ്. ഇനി ഓപ്ഷൻ ഡിയും കൂടി ഒന്ന് വായിക്കാം. വാൺ. WARN. വാൺ. വാൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മുന്നറിയിപ്പ് നൽകുക അല്ലെ? അപ്പൊ എൻകറേജിന്റെ ഓപ്പോസിറ്റ് ആണിത്, ഡിസ്കറേജ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ആന്റണിംസ് ഞാൻ ഒരിക്കൽ കൂടി പറയാം നിങ്ങളോട്. ഡിയർ എന്നുള്ളതിന്റെ ആന്റണിമാണ് ചീപ്പ്. മറ്റൊന്ന്, സെക്കൻഡ് വൺ, ഫ്ലജീഷ്യസ്. അതിനിന്ദ്യമായ അല്ലെങ്കിൽ നീചമായ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്നസെന്റ്. തേർഡ് വൺ, ലയബിലിറ്റി. ലയബിലിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് അസറ്റ്. നെക്സ്റ്റ്, വെർച്വസ്. VIRTUOUS. വെർച്വസ്. വെർച്വസ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് വിഷസ്. VICIOUS. ലാസ്റ്റ് വൺ ഇസ് വിഷസ്. ലാസ്റ്റ് വൺ, എൻകറേജ്. എൻകറേജിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കറേജ്. ഓക്കെ, അപ്പൊ അത് റെഡിയാണല്ലോ എല്ലാവർക്കും? ഓക്കെ. അടുത്തത് നമുക്ക് നമ്മുടെ PSCക്ക് ചോദിക്കുന്ന ആ ഒരു ഫോമിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് വേണം അതിന് ആൻസർ പറയാൻ. ചൂസ് the alternative which best expresses the meaning of the idiom or phrase given. നമുക്ക് ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിൽ ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു ഇഡിയമോ തന്നിട്ടുണ്ടാവും. ആ ഇഡിയത്തിന്റെ മീനിങ് താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങളോട് തിരഞ്ഞെടുക്കാൻ പറയണത്. അപ്പൊ ഇഡിയത്തിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ.
ഞാൻ ആ വാക്യം വായിക്കാം, അണ്ടർലൈൻഡ് പോർഷൻ നിങ്ങളോട് പറയാം. ആ വാക്യം ഇതാണ്: ഹി ബിലീവ്സ് ഇൻ ദ പോളിസി ഓഫ് മേക്കിംഗ് ഹേ വൈൽ ദ സൺ ഷൈൻസ്. നോക്കാം, ടു മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ഒരു ഇഡിയം ഇംഗ്ലീഷിലുണ്ട്. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, അനുകൂലമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ പറത്തുക. ടു മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. അപ്പോ മേക്കിംഗ് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ആ ഇഡിയത്തിന് സമാനമായിട്ടുള്ള ആൻസർ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ എ ഇതാണ്. ഒന്ന്, ഗിവിംഗ് ബ്രൈബ്സ് ടു ഗെറ്റ് ഹിസ് വർക്ക് ഡൺ. അതായത് നമ്മുടെ ജോലി ചെയ്തു കിട്ടാൻ കൈക്കൂലി നൽകുക. ഓപ്ഷൻ ബി, സീക്കിംഗ് അഡ്വൈസ് ഫ്രം വൺ ആൻഡ് ഓൾ. എല്ലാവരിൽ നിന്നും ഉപദേശം തേടുക. ഓപ്ഷൻ സി നോക്കാം, ഹെൽപ്പിംഗ് ദോസ് ഹു ഹെൽപ് ഹിം. അവനെ സഹായിക്കുന്നവരെ സഹായിക്കുക. ഓപ്ഷൻ ഡി, മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് എ ഫേവറബിൾ സിറ്റുവേഷൻ. മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് എ ഫേവറബിൾ സിറ്റുവേഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഹി ബിലീവ്സ്, അവൻ വിശ്വസിക്കുന്നു. എന്തിൽ വിശ്വസിക്കുന്നു? ഇൻ ദ പോളിസി, ആ നയത്തിൽ വിശ്വസിക്കുന്നു. ഏത് നയത്തിൽ വിശ്വസിക്കുന്നു? ഓഫ് മേക്കിംഗ് ഹേ വൈൽ ദ സൺ ഷൈൻസ്. ഓഫ് മേക്കിംഗ് ഹേ വൈൽ ദ സൺ ഷൈൻസ്. അപ്പോ ടു മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവസരങ്ങൾ ശരിയായ സമയത്ത് പ്രയോജനപ്പെടുത്തുക എന്നാണ് ആ ഇഡിയമാറ്റിക് എക്സ്പ്രഷന്റെ മീനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് സംശയം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻസർ ഡി ആണ് എന്റെ ആൻസർ. അതായത് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് എ ഫേവറബിൾ സിറ്റുവേഷൻ. അതായത് നമുക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും മിക്കവാറും? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. നോക്കാം, ഇതൊരു എക്സ്പ്രഷൻ ആണ്, ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് അതിന്റെ മീനിങ് ആദ്യം പറയാണ്. ദൃഢമായ, കണിശമായ. There is no hard and fast rule regarding this subject. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദൃഢമായ ഒരു നിയമവും ഇല്ല എന്നാണ് ആ വാക്യത്തിന്റെ മീനിങ്. അപ്പോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ എന്നുള്ളതിന് ഈ 4 ഓപ്ഷനിൽ നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും എന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ എ ഇതാണ്. The rule that is difficult. The rule that is difficult. അതായത് വിഷമകരമായ ആ നിയമം അതാണോ? The rule that is fast changing. വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന നിയമം അതാണോ? The rule that cannot be broken or modified. നമുക്ക് ലംഘിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ കഴിയാത്തതോ ആയിട്ടുള്ള നിയമം, അതായത് ദൃഢമായ നിയമം, അല്ലെ? The rule that can be broken or modified.
ഇതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കുറച്ചും കൂടി നല്ലൊരു ടഫായിട്ടുള്ള സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. ടഫ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, then തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. I met him after a long time. Second question answer option C ആണ്. The rule that cannot be broken or modified. ഈ അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. I met him after a long time. I met him after a long time. ഞാൻ അവനെ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടു, but he gave me the cold shoulder. See, network problem ഉണ്ട് അവിടെ. റെഡി ആവുമായിരിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. I met him after a long time. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവനെ കണ്ടത്. But he gave me the cold shoulder. Cold shoulder. To give somebody cold shoulder എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നാണ് ആ ഫ്രേസിന്റെ മീനിങ്. അപ്പോ ഇവിടെ ദ കോൾഡ് ഷോൾഡർ എന്നതിന് പകരമായി നിങ്ങൾക്ക് 4 ഓപ്ഷനിൽ ഏത് ഉപയോഗിക്കാം? ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, സ്കോൾഡഡ് മീ. ബട്ട് ഹി സ്കോൾഡഡ് മീ. സ്കോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ശകാരിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക. ഹി സ്കോൾഡഡ് മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ ശകാരിച്ചു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു. അതല്ല. മറ്റൊന്ന്, ഹി ഇൻസൾട്ടഡ് മീ. ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അപമാനിക്കുക. അതുമല്ല. മറ്റൊന്ന്, അബ്യൂസ്ഡ് മീ. എന്നെ പരിഹസിച്ചു എന്നാണ് അബ്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം. മറ്റൊന്ന്, ഇഗ്നോർ മീ. ഇഗ്നോർഡ്. IGNORED. ഇഗ്നോർഡ്. അപ്പോ ടു ഗിവ് someone the cold shoulder എന്ന് പറഞ്ഞാൽ ഇഗ്നോർ എന്നാണ് അതിന്റെ അർത്ഥം. അവഗണിക്കുക എന്നാണ് അതിന്റെ മീനിങ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരണതാ. ഹി ഇഗ്നോർഡ് മീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഞാൻ ഫ്രൈസ് അല്ലെങ്കിൽ ഇഡിയമാറ്റിക് എക്സ്പ്രഷന്റെ മീനിങ് മാത്രം നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ പഠിച്ചാൽ മറന്നു പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമായിരിക്കും. വളരെ പ്രയോജനകരമായിട്ടുള്ള അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. Then fourth question is this. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Why must you look a gift horse in the mouth? ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു ഇഡിയമാണ് to look a gift horse in the mouth. ശ്രദ്ധിക്കുക. To look a gift horse വളരെ പ്രധാനപ്പെട്ട, പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇഡിയമാണത്. ടു ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് നോക്കാറില്ല. നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുണ്ട്. നമുക്ക് ദാനമായിട്ട് ഒരു പശുവിനെ ആരെങ്കിലും തന്നാൽ അതിന്റെ ഗുണഗണങ്ങൾ നമ്മൾ നോക്കാറില്ല. ദാനം കിട്ടിയതല്ലേ. ഇവിടെ ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ല് നോക്കാറില്ല എന്നാണ് ഈ ശൈലി. അതാണ്. പക്ഷെ ഇവിടെ ഹോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ നാട്ടില് ഹോഴ്സ് പശുക്കളെ നമ്മൾ കണക്കാക്കുന്ന പോലെയാണ്
ഇംഗ്ലീഷുകാർ കോഴ്സിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹോഴ്സ് എന്ന പദം ഇവിടെ വന്നിട്ടുള്ളത്. ടു ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത്. ദാനം കിട്ടിയ പശുവിന്റെ വായില് പല്ല് നോക്കാറില്ല. ഇതിന് സമാനമായിട്ടുള്ള ഈ 4 ഓപ്ഷനിൽ ഏതാണെന്ന് പറയണം. ഒന്ന്, വെൽക്കം എ ഗിഫ്റ്റ്. അതായത് ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയാൽ അതിനെ സ്വീകരിക്കുക എന്നതാണോ? ഓപ്ഷൻ ബി, ഫൈൻഡ് ഫാൾട്ട് വിത്ത് എ ഗിഫ്റ്റ്. കുറ്റം കണ്ടുപിടിക്കുക. ടു ഫൈൻഡ് ഫാൾട്ട് വിത്ത്. ടു ഫൈൻഡ് ഫാൾട്ട് വിത്ത്, നിങ്ങൾ അതും കൂടി മനസ്സിലാക്കാം. ടു ഫൈൻഡ് ഫാൾട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ്. മറ്റുള്ളവരെ, അതായത് നമുക്ക് കുറ്റം കണ്ടുപിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയുകയാണെങ്കിൽ വി ഷുഡ് നെവർ ഫൈൻഡ് ഫാൾട്ട് വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കരുത്. നെക്സ്റ്റ് ഓപ്ഷൻ സി, ബി ഫാസ്റ്റിഡിയസ്. FA, അത് നല്ലൊരു വേർഡാണ്, നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. FASTIDIOUS. എന്റെ ഉച്ചാരണം നോക്കാം. ഫാസ്റ്റിഡിയസ്. ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്താൻ പ്രയാസമുള്ള. That cannot be satisfied or that cannot be made content. ഓപ്ഷൻ ഡി ഇതാണ്. എക്സാമിൻ എ ഗിഫ്റ്റ് കെയർഫുള്ളി. എക്സാമിൻ എ ഗിഫ്റ്റ് കെയർഫുള്ളി. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. അപ്പോ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരി? ടു ലുക്ക് എ ഗിഫ്റ്റ് ഹോൾസ് ഇൻ ദ മൗത്ത് എന്നുള്ളതിന്റെ ശരിയായ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കാം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഫൈൻഡ് ഫാൾട്ട് വിത്ത് എ ഗിഫ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനിയും സംശയം, അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Then last one is this. Companies, ആ വാക്യം ശ്രദ്ധിക്കുക നിങ്ങള്. കമ്പനീസ് പ്രൊഡ്യൂസിങ് ഗുഡ്സ്, അതായത് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ. പ്ലേ ടു ദ ഗാലറി. എന്താ പ്ലേ ടു ദ ഗാലറി? ഈ പ്ലേ ടു ദ ഗാലറി എന്ന് പറഞ്ഞ ആ എക്സ്പ്രഷന്റെ മീനിങ് ആണ് ഇവിടെ ചോദിക്കുന്നത്. പ്ലേ ടു ദ ഗാലറി എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു അപ്പീൽ ടു പോപ്പുലർ ടേസ്റ്റ്. അറ്റംപ്റ്റ് ടു അപ്പീൽ ടു പോപ്പുലർ ടേസ്റ്റ്. അതായത് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ആ ടേസ്റ്റിന് അല്ലെങ്കിൽ ആ പ്രവണതയ്ക്ക് ആ പ്രവണതയോട് യോജിച്ചു പോവുക എന്നാണ് പ്ലേ ടു ദ ഗാലറി എന്നുള്ളതിന്റെ മീനിങ്. ഓക്കെ, അതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമുക്ക് കുറച്ച് ഉദാഹരണമുണ്ട്. ഗ്രാമർ എക്സർസൈസ് നമുക്ക് വേറെ ചെയ്യാം. പക്ഷെ ഇതിന്റെ ഈ ആധികാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തരണം ആദ്യം, അതാണ് വേണ്ടത്. നോക്കാം, ഞാൻ ചോദിക്കുകയാണ്. എ പേഴ്സൺ ഹൂ, ലാസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു അപ്പീൽ ടു പോപ്പുലർ ടേസ്റ്റ്. നിങ്ങൾ സ്വയമായിട്ട് അതിന്റെ മീനിങ് എന്നോടൊന്ന് മെസ്സേജ് ചെയ്താലും മതി. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നറിയട്ടെ. അറ്റംപ്റ്റ് ടു അപ്പീൽ ടു പോപ്പുലർ ടേസ്റ്റ്. ഓക്കെ, അതിനുശേഷം പറയാം. അടുത്തൊരു ഭാഗത്തേക്ക് കൂടി കടക്കട്ടെ നമ്മള്.
ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അതിന്റെ വൺ വേർഡ് നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്ന് നോക്കണം. എ പേഴ്സൺ ഹു അബ്സ്റ്റൈൻസ്, ABSTAINS. അബ്സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക. കംപ്ലീറ്റ്ലി ഫ്രം ആൽക്കഹോളിക് ലിക്വർ. അതായത് ആൽക്കഹോളിക് ലിക്വറിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നയാള്. റിപ്പോർട്ടഡ് സ്പീച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. യെസ്. A person who abstains completely from alcoholic liquor is called teetotaler. TEATOTALLER. Teetotaler. അതായത് മദ്യപിക്കാത്തയാൾ. ടീടോട്ടലർ എന്ന് പറഞ്ഞാൽ മദ്യപാനി അല്ലാത്തയാൾ, മദ്യം ഇഷ്ടപ്പെടാത്തയാൾ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വൺ ഹു എസ്കേപ്സ് ഫ്രം ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. നോക്കൂ, വൺ ഹു എസ്കേപ്സ് ഫ്രം ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ പലായനം ചെയ്യുന്ന ആൾ. അയാളെ നമ്മൾ പറയണത് എസ്കേപ്പിസ്റ്റ് എന്നാണ്. ESCAPIST. എസ്കേപ്പിസ്റ്റ്, പലായന പ്രവണതയുള്ളയാൾ. Then who is an escapist? An escapist is a person who escapes from the realities of life. Clear അല്ലേ? എസ്കേപ്പിസ്റ്റ് നല്ല പദങ്ങളാണോ ഒക്കെ? നെക്സ്റ്റ് തേർഡ് വൺ ഇതാണ്. എ പേഴ്സൺ who believes that there is no need of government. A person who believes that there is no need of government. ഗവൺമെന്റിന്റെ ആവശ്യം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? അനാർക്കിസ്റ്റ്. ANARCHIST. അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അരാജകവാദി. Anarchist. ANARCHIST. Then who is an anarchist? Anarchist is a person who believes that there is no need of government. Next, fourth question ഇതാണ്. A government by two independent authorities. A government by two independent authorities. അതായത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ഭരിക്കുന്ന ആ ഗവൺമെന്റിനെ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക വേർഡ് ഉണ്ട്. നല്ലൊരു വേർഡാണ്. ഡയാർക്കി എന്നാണ് അതിന് പറയുന്നത്. DIARCHY. DIARCHY. ഡയാർക്കി. ദ്വിഭരണം അല്ലെങ്കിൽ ദ്വിഭരണ വ്യവസ്ഥ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഡയാർക്കി is a form of government led by two independent authorities. Diarchy. Okay. Yes, doubt ചോദിക്കാൻ സമയമായി. Okay, then റിജോ,
ഒരു ഡൗട്ട് ചോദിക്കാൻ സമയമായിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി പറയാം. ഓക്കെ then. ഓക്കെ, ലാസ്റ്റ് വൺ അതാണ്. വൺ ഹു ലവ്സ് ബുക്സ്. നമ്മളെ പുസ്തകങ്ങളെ പ്രേമിക്കുന്നയാളെ നമ്മൾ എന്ത് പറയും? ബിബ്ലിയോഫൈറ്റ്. BIBLIOPHIT. ഇനി നിങ്ങൾക്ക് സംശയം ചോദിക്കാം. സമയമാണോ? ബിബ്ലിയോഫൈൽ, FILE കേട്ടോ. ഞാൻ T എന്നാണോ പറഞ്ഞത്? ഇവിടെ എഴുതി തെറ്റിപ്പോയത് കൊണ്ട് പറഞ്ഞതാണ്. അത് ബിബ്ലിയോഫൈൽ. ഈ സംശയങ്ങൾ ചോദിക്കാം. അടുത്ത കുറച്ച് ഭാഗം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതങ്ങോട്ട് ആദ്യം കവർ ചെയ്യാം. റിപ്പോർട്ടഡ് സ്പീച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞതല്ലേ. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സെന്റൻസസ് അക്കോർഡിംഗ് ടു ദ ക്ലോസ് സ്ട്രക്ചർ. സെന്റൻസിന്റെ ക്ലോസ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള സെന്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഉണ്ട്. അല്ല, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. കേസ് പറയൂ. ടെൻസസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല? ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്താണോ അറിയില്ലാത്തത് നിങ്ങൾ ചോദിക്കാം. ടെൻസ് എന്തായാലും നമ്മളൊന്നും കൂടി റിവൈസ് ചെയ്യും. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ടെൻസ് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം കോൺകോഡ്, അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പാസീവ് വോയിസ്. മറ്റേത് ഭാഗമാണെങ്കിലും ഏത് ഭാഗം നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിലും ആത്യന്തികമായി നമ്മൾ അറിഞ്ഞിരിക്കുന്ന ടെൻസ് ആണ്. ടെൻസ് അറിയില്ല എങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെന്റൻസ് പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നിങ്ങളൊരു സെന്റൻസ് പറയണം. അപ്പൊ എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ നിങ്ങളെ കൊണ്ടൊരു റിവിഷൻ നടത്തിക്കുന്നുണ്ട്, ടെൻസിന്റെ റിവിഷൻ. നമുക്കറിയാം 12 ടെൻസുകൾ ഉണ്ട്. ആ ടെൻസിൽ ഓരോ ടെൻസിന്റെയും സ്ട്രക്ചർ അത് ഓരോ സമയത്ത് എപ്പോ ഉപയോഗിക്കാം. സാർ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യിപ്പിക്കാമോ? ഏതോ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് സത്യത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് LDC ഒന്ന് ഫോക്കസ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഏതാ? LDC എക്സാമിന്റെ ഒന്ന് ഫോക്കസ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഏത് എക്സാം ആണ്? എനിക്ക് LDC. LDCക്ക് വരുന്ന സാധാരണ LDCക്ക് വരുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിനണിംസും ആനണിംസും നിങ്ങൾക്ക് ആദ്യം തന്നെ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ പ്രാധാന്യമുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗ്രാമർ പോർഷൻസ് ആണ്. അത് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ സംശയങ്ങളിലെ ചോദിച്ചു പറയാം. LDCക്ക് വരണമെന്ന് പറഞ്ഞാലേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം.
നമുക്ക് സാധാരണയായിട്ട് LDCക്ക് വരണമെന്ന് പറഞ്ഞാൽ നോക്കാം. ഒന്ന് ശ്രദ്ധിക്കട്ടെ നിങ്ങള്. കൈൻഡ്സ് ഓഫ് സെന്റൻസസ് അത് ചോദിക്കും. അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്. സിദ്ധാർത്ഥ് അവിടെ എന്തോ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. പിന്നെ റിലേറ്റീവ് പ്രോനൗൺ, അടുത്ത ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. സിദ്ധാർത്ഥ് പ്ലീസ് യു മ്യൂട്ട്. പിന്നെ കോൺകോഡ്, ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾ, അതുപോലെ ടെൻസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടെൻസ്. ടെൻസ് നിങ്ങൾ അറിഞ്ഞേ തീരും. അതിപ്പോ PSC കോച്ചിങ്ങിന് മാത്രമല്ല, സാധാരണഗതിയിൽ നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും മറ്റു ജോലിക്ക് വേണമെങ്കിലും ഇംഗ്ലീഷ് ആവശ്യമായിട്ടുള്ള സ്ഥലത്താണ് ഈ ടെൻസ് അറിഞ്ഞേ പറ്റൂ. പിന്നെ ആക്റ്റീവ് വോയിസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ല, നിങ്ങൾക്ക് LDCക്ക് ചോദിക്കുന്ന ആ ഭാഗങ്ങളാണ് നിങ്ങളോട് പറയണത്. പിന്നെ പ്രപ്പോസിഷൻസ്, കണ്ടീഷണൽ സെന്റൻസസ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്, അങ്ങനെ ധാരാളം. ഇതാണ് സാധാരണ കൺജങ്ഷൻസ്, പിന്നെ കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഇതൊക്കെ നിങ്ങളോട് ചോദിക്കും. പക്ഷെ ഇതിനെന്തിനാ ആൻസർ എഴുതാന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻസ് അറിഞ്ഞിരിക്കണം. കൂടാതെ ഓക്സിലിയറി യൂസസ് ഓഫ് ഓക്സിലിയറി വേർബ്സ്, ഓക്സിലിയറി വെർബ്സിന്റെ ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് എന്താണ് സംശയമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത ദിവസം പറയാം. തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുടെ എനിക്ക് വാട്സപ്പ് ചെയ്തോ, ഞാനത് ചെയ്ത് അത് ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. ഓക്കെ, അപ്പോ ടുഡേ our time is over. Then we will meet in the next class. Thank you. Thank you, sir. Good night to you. Thank you, sir. Thank you, sir. Thank you, sir. Thank you.